ചിരി എന്ന് നിൽക്കുന്നു അന്നേ ആ ടൗണിൽ നിന്ന് ബോയിഡും കൂട്ടുകാരും രക്ഷപ്പെടുള്ളൂ. അന്ന് മാത്രമേ ഈ ഫ്രം സീരീസ് കാണുന്നതിൽ നിന്ന് നമ്മളും രക്ഷപ്പെടുള്ളൂ. എന്നെങ്കിലും ഞാൻ ഈ ഒരു ഫ്രം സീരീസിന് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഈ വൃത്തിയുടെ ചിരി കൊണ്ടാണ്. ഇവൻ്റെ ചിരി കൊണ്ട് അഡിക്റ്റ് ആയതല്ല, എങ്ങനെയെങ്കിലും ഇവനെ ഫ്രം സീരീസിൽ നിന്ന് കൊന്നുകളയണം. ഈ ഒരു സീരീസിലേക്ക് അവിചാരിതമായിട്ട് കടന്നു വന്ന ജേമി മഗ്വയർ എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ്. അപ്പോൾ ഇത് കടന്നു വന്ന രീതി രസകരമാണ്. ഇയാൾ വേറെ കാസ്റ്റിംഗ് കോളുകളോ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ പെർഫോമൻസുകളോ ഉണ്ടോ ഒന്നുമല്ല ഈ ഒരു നടനെ കൊണ്ടുവരുന്നത്. ഈ ചില സിനിമകളിലൊക്കെ ചെറിയ റോളിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഈ സിനിമയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് പെർഫോമർ, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ടറായിട്ട് ഈ മോൺസ്റ്റേഴ്സായിട്ട് അല്ലെങ്കിൽ ക്രീച്ചറുകളായിട്ട് അഭിനയിക്കാനായിട്ട് വിളിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഇയാൾ. ഈ സംവിധായകർ ഇവരോട് പറഞ്ഞിരിക്കുന്നത് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഈ നടന്മാർക്ക് കൊടുക്കാറില്ല. അവർ വളരെ കാമായിട്ട് ചിരിച്ചുകൊണ്ട് നടന്നു വരിക, അത്രയും നിർദ്ദേശം ഇവരോട് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് മഗ്വയർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. അപ്പോൾ ഇയാൾക്കറിയാം ഇയാളുടെ ചിരി ഐക്കോണിക്കാണെന്ന് ഇയാൾക്ക് സ്വയം ബോധ്യമുള്ളതുകൊണ്ട് ഇയാൾ എല്ലാ ഷോട്ടിലും ഇയാളുടെ സ്വതസിദ്ധമായ ഈ ചിരിയും ചിരിച്ചിട്ട് വരും. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടുന്ന സംവിധായകർ ഇത് കൊള്ളാമല്ലോ എന്നുള്ള രീതിയിലേക്ക് അത് കാണുകയും അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് ഇയാളെ മെയിൻ ക്യാരക്ടറായിട്ട് മാറ്റുകയാണ് ചെയ്തത്.